നമ്മുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് നമ്മുടെ കിഫ്ബി CEO KM എബ്രഹാമിന്റെ തീരുമാനം. അഭിഭാഷകരും ആശയവും നടത്തി. അപ്പീൽ നൽകുന്നതിൽ KM എബ്രഹാമിനെ സർക്കാർ പിന്തുണച്ചെന്നാണ് സൂചന. അപ്പൊ MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, അപ്പോ KM എബ്രഹാമിന്റെ പ്രശ്നത്തിൽ സർക്കാർ കട്ടയ്ക്ക് കൂടെയുണ്ട് എന്നാണോ പ്രഖ്യാപനം? ഹാഷ്മി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം വിഷുദിനത്തിൽ കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ KM എബ്രഹാം അയച്ച സന്ദേശത്തിൽ തന്നെ ഒരു അപ്പീലിന്റെ സൂചനയുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് KM എബ്രഹാം ഉള്ളത്. കാരണം നിലവിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്നതാണ് KM എബ്രഹാം പ്രധാനമായും ആരോപിക്കുന്നത്. ഹർജിക്കാരനെതിരെയും ഒപ്പം ജേക്കബ് തോമസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പേരെടുത്ത് പറയാതെ KM എബ്രഹാം ഉന്നയിക്കുന്നുണ്ട്. അവർക്കെതിരായിട്ടുള്ള അഴിമതികളും ക്രമക്കേടുകളും കണ്ടുപിടിച്ചതിന്റെ വ്യക്തിവിരോധമാണ് തനിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് എന്നതാണ് KM എബ്രഹാം പറയുന്ന കാര്യം. മറ്റൊന്ന്, ഈ സുപ്രീം കോടതി ഹൈക്കോടതി ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു വിധിയിലേക്ക് എത്തിയത്. തന്റെ ഭാഗം പൂർണ്ണമായും കേട്ടില്ല എന്നുള്ളൊരു നിലപാടുൾപ്പെടെ ഇന്നലെ KM എബ്രഹാം അയച്ച സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KM എബ്രഹാം പോകുന്നത്. താൻ സ്വയം കിഫ്ബി CEO സ്ഥാനം രാജിവെക്കില്ല എന്നുകൂടി ഇന്നലെ KM എബ്രഹാം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിച്ച് ഇതിനെതിരായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാനുള്ള ഒരു നീക്കമാണ് KM എബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശകരുമായി KM എബ്രഹാം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന സൂചനയാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് മറ്റൊരു നിലപാടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം സർക്കാരിൽ തന്നെ ഒരു സുപ്രധാനമായ ഒരു പദവി ഇപ്പോഴും വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് KM എബ്രഹാം. അതുകൊണ്ട് തന്നെ KM എബ്രഹാമിന്റെ നിലപാടിനൊപ്പം തന്നെ ആയിരിക്കും സർക്കാർ എന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ മേൽക്കോടതിയെ KM എബ്രഹാം സമീപിക്കും. ഹാഷ്മി.